നിയമാവർത്തനം 6-ാം അധ്യായം. നിങ്ങൾ കൈവശമാക്കാനായി കടന്നു ചെല്ലുന്ന ദേശത്ത് നിർവഹിക്കേണ്ടതിന് നിങ്ങളെ പഠിപ്പിക്കാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് ആജ്ഞാപിച്ച ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളുമാകുന്ന കൽപ്പന ഇതാണ്. ഞാൻ നിന്നെ അനുശാസിക്കുന്ന അവിടുത്തെ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും നീയും നിന്റെ മകനും പേരക്കിടാവും ജീവിതകാലം മുഴുവൻ പാലിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ നീ ഭയപ്പെടുന്നതിനു വേണ്ടിയാണ്. ആകയാൽ ഇസ്രായേലേ, നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിനക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന തേനും പാലും ഒഴുകുന്ന ദേശത്ത് നിനക്ക് നന്മയുളവാകുന്നതിനും നീ വർദ്ധിക്കുന്നതിനുമായി നീ അവ കേൾക്കുകയും പാലിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. ഇസ്രായേലേ, കേൾക്കുക. നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവാണ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ സ്നേഹിക്കേണ്ടത് നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കഴിവ് മുഴുവനോടും കൂടെയാണ്. ഞാനിന്ന് നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലുണ്ടായിരിക്കണം. നിന്റെ മക്കളോട് നീ അവ പറഞ്ഞുറപ്പിക്കണം. വീട്ടിൽ ആയിരിക്കുമ്പോഴും വഴിയിൽ ചരിക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി നീ സംസാരിക്കണം. അവ ഒരടയാളമായി നിന്റെ കൈയോട് ചേർത്ത് ബന്ധിക്കണം. പട്ടകളായി നിന്റെ നെറ്റിത്തടത്തിലും ഉണ്ടായിരിക്കണം. അവ നിന്റെ വീടിൻ്റെ കട്ടിളക്കാലുകളിലും പടിവാതിലുകളിലും നീ എഴുതണം. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ശപഥം ചെയ്ത നാട്ടിലേക്ക് നിന്നെ കൊണ്ടുവരാനിടയാകുമ്പോൾ നിനക്ക് തരാനിരിക്കുന്നത് നീ പണിയാത്ത വലുതും മെച്ചപ്പെട്ടതുമായ നഗരങ്ങളും നീ നിറയ്ക്കാതെ തന്നെ വിശിഷ്ടവസ്തുവെല്ലാം നിറഞ്ഞ വീടുകളും നീ കുഴിക്കാതെ തന്നെ കുഴിക്കപ്പെട്ട കിണറുകളും നീ നട്ടുപിടിപ്പിക്കാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് മരങ്ങളുമാണ്. നീ ഭക്ഷിച്ച് സംതൃപ്തനാകുമ്പോൾ അടിമകളുടെ ഭവനമായ ഈജിപ്ത് നാട്ടിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന കർത്താവിനെ മറക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. നിന്റെ ദൈവമായ കർത്താവിനെ നീ ഭയപ്പെടണം. അവിടുത്തെ സേവിക്കുകയും ചെയ്യണം. അവിടുത്തെ നാമത്തിലാണ് നീ പ്രതിജ്ഞ ചെയ്യേണ്ടത്. അന്യദേവന്മാരുടെ, നിങ്ങളുടെ ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരുടെ പിന്നാലെ നിങ്ങൾ നടക്കരുത്. കാരണം നിന്റെ മധ്യേയുള്ള നിന്റെ ദൈവമായ കർത്താവ് തീക്ഷ്ണമതിയായ ദൈവമാണ്. നിനക്കെതിരെ നിന്റെ ദൈവമായ കർത്താവിൻ്റെ കോപം ജ്വലിക്കാതിരിക്കേണ്ടതിനും ഭൂമുഖത്തുനിന്ന് നിന്നെ ഇല്ലായ്മ ചെയ്യാതിരിക്കേണ്ടതിനുമാണത്. മാസായിൽ വെച്ച് നിങ്ങൾ പരീക്ഷിച്ചതുപോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിന്നെ അനുശാസിച്ചിട്ടുള്ള അവിടുത്തെ കൽപ്പനകളും സാക്ഷ്യങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗരൂകതയോടെ പാലിക്കണം. കർത്താവിൻ്റെ ദൃഷ്ടികളിൽ ശരിയും നല്ലതും നീ നിർവഹിക്കണം. ഇത് നിനക്ക് നന്മയാകാനും നീ ചെന്ന് നിന്റെ പിതാക്കന്മാർക്ക് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ നല്ല ഭൂമി കൈവശമാക്കാനും നിന്റെ മുമ്പിൽ നിന്ന് നിന്റെ സകല ശത്രുക്കളെയും നിഷ്കാസനം ചെയ്യാനും വേണ്ടിയാണ് കർത്താവ് അരുൾ ചെയ്തിട്ടുള്ളതുപോലെ തന്നെ. നമ്മുടെ ദൈവമായ കർത്താവ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള സാക്ഷ്യങ്ങളും ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും എന്തിനാണ് എന്ന് നാളെ നിന്റെ മകൻ നിന്നോട് ആരായുന്നുവെന്നിരിക്കട്ടെ. അപ്പോൾ നീ നിന്റെ മകനോട് പറയണം, ഈജിപ്തിൽ നമ്മൾ ഫറവോയ്ക്ക് അടിമകളായിരുന്നു. ശക്തമായ കരത്താൽ കർത്താവ് നമ്മെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. കർത്താവ് നമ്മുടെ കൺമുമ്പിൽ വെച്ച് ഈജിപ്തുകാർക്കും ഫറവോയ്ക്കും അവൻ്റെ കുടുംബം മുഴുവനും എതിരായി അടയാളങ്ങളും ബൃഹത്തും കഠോരവുമായ അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. എന്നിട്ട് നമ്മെ കൊണ്ടുവന്ന് നമ്മുടെ പിതാക്കന്മാർക്ക് താൻ വാഗ്ദാനം ചെയ്തിരുന്ന ദേശം നമുക്ക് നൽകാൻ വേണ്ടി അവിടുന്ന് നമ്മെ ഈജിപ്തിൽ നിന്ന് പുറത്തെത്തിച്ചു. അനന്തരം എക്കാലവും നമ്മുടെ നന്മയ്ക്കായി നമ്മുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടാൻ, അങ്ങനെ അവിടുന്ന് നമ്മെ ഇന്നത്തെപ്പോലെ ജീവനോടെ കാക്കാൻ ഈ ചട്ടങ്ങളെല്ലാം പാലിക്കണമെന്ന് കർത്താവ് നമ്മെ അനുശാസിച്ചു. നമ്മുടെ ദൈവമായ കർത്താവ് നമ്മെ അനുശാസിച്ചിട്ടുള്ളതുപോലെ അവിടുത്തെ മുമ്പാകെ ഈ കൽപ്പന മുഴുവൻ നിറവേറ്റുന്നതിന് നാം ശ്രദ്ധിച്ചാൽ അത് നമുക്ക് നീതിയായി തീരും.